ചാലക്കുടി പോലുള്ള ഒരു ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു മാന്യനായ വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹം ഓരോ ദിവസത്തിലും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഒരു റാന്തൽ വിളക്ക് കത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിന് ഇടത്തും വലതും പുറകിലും മുമ്പിലുമൊക്കെ ഉള്ള റോഡിലൂടെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കും. ആ റാന്തൽ വിളക്ക് കത്തിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ മനുഷ്യൻ്റെയും മുഖത്തേക്ക് സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പലരും ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് ഭ്രാന്തി പിടിച്ചു എന്ന് പറഞ്ഞു. പലരും പല വിധമായ അഭിപ്രായങ്ങൾ പറയുവാനിടയായി തീർന്നു. എന്നാൽ അദ്ദേഹത്തോട് ചിലർ ചോദിച്ചു, താങ്കൾ എന്തിനാണ് ഈ റാന്തൽ വിളക്കും കത്തിച്ചുകൊണ്ട് ഇങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ ഈ മനുഷ്യന്റെ മുഖത്തേക്ക് ഇങ്ങനെ സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ട് നടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: ഞാൻ ഒരു മനുഷ്യനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനെ കണ്ടെത്താമോ എന്ന് ചിന്തിച്ച് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് ആരെന്നറിയാമോ? ഗ്രീക്ക് തത്വചിന്തകനായിരിക്കുന്ന മഹാനായ ഡയോജിനസ് എന്ന് പറയുന്ന ആ മാന്യ വ്യക്തിയാണ് ആ സംഭവത്തിൻ്റെ ഉപജ്ഞാതാവ്. ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ചാലക്കുടി പട്ടണത്തിൽ ഈ സന്ധ്യാസമയത്ത് ഡയോജിനസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുവാൻ ഇടയായി തീർന്നതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് ആധുനിക യുഗത്തിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കാളവണ്ടി യുഗത്തിൽ നിന്നും കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വളർന്നു. ശിലായുഗത്തിൽ നിന്നും കൃപായുഗത്തിലേക്ക് മനുഷ്യൻ വളർന്നു എന്നുള്ളതിൽ അഭിമാനകരമായ നേട്ടങ്ങൾ മനുഷ്യൻ കൈവരിച്ചു. മനുഷ്യന്റെ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തുവാൻ മനുഷ്യൻ കണ്ടുപിടിച്ചു. എവറസ്റ്റിനെ മനുഷ്യൻ കീഴടക്കി. നമ്മുടെ ഭാരതം നമ്മുടെ ചന്ദ്രയാനെ ചന്ദ്രനിൽ പറത്തി ഉയർത്തി അഭിമാനകരമായ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചു. ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ ചാലക്കുടിയിലും ഈ റോഡ് വികസനങ്ങൾ ഇതുപോലെ ഉണ്ടായിരുന്നില്ല. കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ, വസ്ത്രവിധാനങ്ങൾ, പാർപ്പിട സമുച്ചയ നിർമ്മാണങ്ങൾ, ടെലിഫോൺ സംവിധാനങ്ങൾ, വിദ്യാഭ്യാസ മേഖലകൾ, ഇതൊക്കെ നാം പരിശോധിച്ച് നോക്കിയാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ വളർച്ച പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. എന്തിന്? നമ്മുടെ അമ്മമാരുടെ കാലഘട്ടത്തിലേക്ക് നമ്മളൊന്ന് പിന്തിരിഞ്ഞ് ചിന്തിച്ചാൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. തികച്ചും പുരുഷന്റെ അടിമത്തത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നും മാറ്റങ്ങൾ സംഭവിച്ചു. സ്ത്രീ സമത്വ നിയമം നമ്മുടെ നാട്ടിലുണ്ട്. സ്ത്രീ സുരക്ഷ നിയമം നമ്മുടെ നാട്ടിലുണ്ട്. സ്ത്രീകൾ ഉന്നതമായ ഡിഗ്രികൾ കൈവരിക്കുന്നു. സിവിൽ സർവീസിൽ ജോലികൾക്ക് കയറുന്നു. രാജ്യത്തിന്റെ ഭരണ സ്ഥാനത്തേക്ക് വരെ സ്ത്രീകൾ ഇന്ന് ജോലിയിൽ കയറുവാനിടയായി തീരുന്നു. നമുക്കറിയാം, ഇരുചക്ര വാഹനങ്ങളും 6 ചക്ര വാഹനങ്ങളും സ്ത്രീകൾ ഓടിക്കുന്നു. പലവിധമായ വളർച്ചകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ കൈവരിക്കുവാൻ ഇടയായി തീർന്നു. നമുക്കറിയാം, നമ്മുടെ റേഷൻ കാർഡ് എടുത്ത് നോക്കിയാൽ കുടുംബനാഥന്റെ പേര് കുടുംബനാഥയുടെ ഫോട്ടോയിലാണ് കാണുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നത്. അപ്പോൾ സ്ത്രീകൾക്കും പഴയ കാലഘട്ടങ്ങളിൽ നിന്നും ഒരു വളർച്ച ഉണ്ടായിരുന്നു. അപ്പൊ ഏത് മേഖലകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും ഇന്നത്തെ കാലഘട്ടങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ അതുപോലെ തന്നെ സാമ്പത്തിക മേഖലകളിലും ടെക്നോളജി മേഖലകളിലും വിദ്യാഭ്യാസത്തിലും മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ധാർമ്മികതകൾ മനുഷ്യൻ തച്ചുടച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യന്റെ സ്വഭാവ വൈകല്യങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഡ്രഗ്സിന്റെ ഉപയോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യപാനികളുടെ എണ്ണങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ ആർക്കും തർക്ക വിഷയങ്ങളില്ല. എന്റെയൊക്കെ ചെറുപ്പത്തിലെ കാജാ ബീഡി, സിഗരറ്റ്, ദിനേശ് ബീഡി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഏകദേശം 40 വയസ്സിനൊക്കെ മുകളിലുള്ള ചേട്ടന്മാരൊക്കെ ആയിരുന്നു ഈ ബീഡിയും സിഗരറ്റും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് വളർന്നു. സ്കൂളിൽ പഠിക്കുന്ന 10 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള യുവതി യുവാക്കന്മാരെ എടുത്ത് നമ്മൾ ഇന്ന് കണക്ക് നോക്കിയാൽ ഭൂരിഭാഗം ചെറിയ കുഞ്ഞുങ്ങളും യുവതി യുവാക്കന്മാരും ഇത്തരത്തിലുള്ള ലഹരികൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ്
നമ്മൾ പേപ്പറിൽ ഒരു വാർത്ത ഇങ്ങനെ വായിച്ചു. ബാംഗ്ലൂരിൽ BSc നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി കടന്നു പോകുന്നതായ ഒരു ചെറുപ്പക്കാരി, ഒരു പെൺകുട്ടി, 20 വയസ്സിന് താഴെയുള്ള ആ പെൺകുട്ടി ബാംഗ്ലൂരിൽ നിന്നും ലീവിന് നാട്ടിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. പോലീസ് ട്രെയിനിൽ ഇൻക്വസ്റ്റ് നടത്തി. അന്വേഷണത്തിന് അനന്തരഫലം ആ പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും MDMA കണ്ടെടുത്തു. കോടിക്കണക്കിന് രൂപ വിലയുള്ള MDMA ആ പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും കണ്ടെടുത്തു. നോക്കൂ മാതാപിതാക്കളെ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രതീക്ഷയോടെ വിവിധ സംസ്ഥാനങ്ങളിൽ പഠിക്കുവാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. എന്തിനാ പറഞ്ഞയക്കുന്നത്? നമ്മുടെ വീട്ടിലെ പട്ടിണി കഴിയും, ദാരിദ്ര്യം കഴിയും, കഷ്ടപ്പാട് മാറും, എൻ്റെ കുഞ്ഞ് പഠിച്ച് നല്ല ജോലി ലഭിച്ചാൽ എന്റെ ഭാരങ്ങളൊക്കെ കഴിയും എന്ന് ചിന്തിച്ച് 4 സെന്റും 10 സെന്റും 3 സെന്റും ഒക്കെയുള്ള അപ്പനമ്മമാർ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വീട് പണയം വെച്ച്, കടമെടുത്ത്, ലോണെടുത്ത്, ആധാരം കൊണ്ടുപോയി വെച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ പ്രതീക്ഷയോടെ വിവിധ സംസ്ഥാനങ്ങളിൽ പറഞ്ഞയക്കും. പക്ഷേ മാതാപിതാക്കളുടെ പ്രതീക്ഷകളെ തച്ചുടച്ച് കളഞ്ഞുകൊണ്ട് അതേ കോഴ്സുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ എത്രയോ കുഞ്ഞുങ്ങൾ ഇന്ന് സമാധാനമില്ലാതെ മാനസിക രോഗികളായി മടങ്ങി വന്ന് കോഴ്സുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ ഇന്ന് മാതാപിതാക്കൾക്ക് വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന എത്രയോ കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, വളർന്നു വരുന്ന തലമുറകൾക്ക് മാറ്റം സംഭവിച്ചു. എല്ലാ മേഖലകളിലും മനുഷ്യൻ ഒരു ഭാഗത്ത് വികസനങ്ങളും കണ്ടുപിടുത്തങ്ങളും ടെക്നോളജികളും വളർന്നു എങ്കിലും കണ്ടുപിടുത്തത്തിന്റെ പടവുകൾ മനുഷ്യൻ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിലും മനുഷ്യൻ ധാർമ്മികമായി തകർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കേരളത്തിൽ കുടുംബ കോടതികളുടെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? അനാഥശാലകളുടെ എണ്ണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ? എന്താ കാരണം? മുമ്പ് പ്രസവിച്ച കുഞ്ഞുങ്ങളെ പരിപാലിക്കുവാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. പണമുണ്ടാക്കുവാൻ മാതാപിതാക്കൾ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മദ്യലഹരിയിൽ അടിമപ്പെടുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടുള്ള ആ പിതൃബന്ധം, മാതൃബന്ധം തച്ചുടച്ച് കളഞ്ഞുകൊണ്ട്, ധാർമ്മികതകളെ തച്ചുടച്ച് കളഞ്ഞുകൊണ്ട് പ്രായമായ മാതാപിതാക്കളെ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുപോയി അത് കൂലി കൊടുത്ത് ഹോം നഴ്സിനെ നിർത്തി ശമ്പളം കൊടുത്തുകൊണ്ട് ചികിത്സിപ്പിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ മേഖലകളിലും ഇന്ന് മാറ്റങ്ങൾ സംഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ പ്രശ്നം എന്താണ്, മനുഷ്യന്റെ ആവശ്യം എന്താണ്? നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നല്ലൊരു ഭരണഘടന നമുക്കില്ലേ? നമ്മുടെ ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒരു രാജ്യമായ ഭാരതം, 136 കോടി ജനമുള്ള നമ്മുടെ ഭാരതം, തികച്ചും വ്യത്യസ്തതയുള്ള ഒരു ഫെഡറൽ ഭരണ സംവിധാനമുള്ള, മതേതരത്വ ഫെഡറൽ ഭരണ സംവിധാനമുള്ള നമ്മുടെ ഈ ഭാരതം എന്തുകൊണ്ടും അഭിമാനപൂരിതരാണ്. നമുക്കറിയാം, ഒരു കവി ഇങ്ങനെ പാടി, ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതരാകണം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്ന് ഒരു കവി പാടുവാൻ ഇടയായി തീർന്നു. അപ്പോൾ തികച്ചും നമ്മുടെ കേരളത്തിൽ ജനിക്കുവാനായി തീർന്നു എന്നുള്ളതിൽ നമുക്ക് അഭിമാനകരമായ നേട്ടമാണ്. പക്ഷേ ഒരിക്കൽ വിദേശികൾ പോലും നമ്മുടെ കേരളത്തെ നോക്കി പറഞ്ഞു, ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. പ്രകൃതി രമണീയതയിൽ, സാക്ഷരതയിൽ, സാംസ്കാരിക, വിദ്യാഭ്യാസ, സാമൂഹിക മേഖലകളിലൊക്കെ തികച്ചും വ്യത്യസ്തത അർഹിക്കുന്ന കേരളത്തെ നോക്കി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വാമി വിവേകാനന്ദൻ അവർ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയമാണ്. സത്യമല്ലേ? കേരളം ഭ്രാന്താലയം എന്ന് നമുക്ക് ഇന്നത്തെ ആധുനിക വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ? പണഭ്രാന്തന്മാരുടെ കാലഘട്ടം, കാമഭ്രാന്തന്മാരുടെ കാലഘട്ടം, മതഭ്രാന്തന്മാരുടെ കാലഘട്ടം, അധികാര ഭ്രാന്തന്മാരുടെ കാലഘട്ടങ്ങളിലൂടെ നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയല്ലേ? ജന്മം കൊടുത്ത അപ്പന്മാരുടെ മുമ്പിൽ പെൺകുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് പോകുവാൻ അമ്മമാർക്ക് നെഞ്ചിടിപ്പാണ്. ഒരു കാലഘട്ടത്തിൽ സ്കൂളുകളിൽ, കോളേജുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോയാൽ അത് നമുക്ക് പേടിയുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് പെൺകുഞ്ഞുങ്ങൾ തിരിച്ചു വരുന്നത് വരെ അമ്മമാരുടെ നെഞ്ചുകളെ നിടിക്കുകയാണ്. കാരണം എന്താ? ജന്മം കൊടുത്ത അപ്പന്മാരാൽ പെൺകുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, പഠിപ്പിക്കുന്ന അധ്യാപകന്മാരാൽ വിദ്യാർത്ഥിനികൾ പീഡിപ്പിക്കപ്പെടുന്നു. അപ്പോൾ സ്വാമി വിവേകാനന്ദൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ സംഭവം, കേരളം ഒരു ഭ്രാന്താലയം, അതേ കാമഭ്രാന്തന്മാരുടെ ഒരു ആലയമായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത്? എത്ര യാഥാർത്ഥ്യമാണ്! പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത മനുഷ്യരുടെ കാലഘട്ടം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പേപ്പറുകളിൽ നമ്മൾ വായിച്ചു, നൊന്തു പ്രസവിച്ച
9 മാസവും 9 ദിവസവും 9 വിനാഴികയും ചുമന്നു പ്രസവിച്ച ചോരക്കുഞ്ഞിനെ ലക്ഷക്കണക്കിന് രൂപ കിട്ടുമെന്ന് പറഞ്ഞ് അത് മറ്റുള്ളവർക്ക് വിറ്റ അമ്മയുടെ അതേ വാർത്തകൾ നമ്മൾ വായിക്കുവാനിടയായി തീർന്നു. വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു പെറ്റ തള്ളയ്ക്ക് നൊന്ത് പ്രസവിച്ച സ്ത്രീക്ക് തന്റെ മക്കളെ മറക്കുവാൻ കഴിയുമോ? ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇന്ന് പണത്തിനു വേണ്ടി സ്വന്തം മാതാപിതാക്കൾ പോലും കുഞ്ഞുങ്ങളെ മറന്നു കളയുന്ന കാലഘട്ടം. പക്ഷെ ദൈവം പറഞ്ഞു, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഒരു ഭാഗത്ത് വികസനങ്ങൾ, ഒരു ഭാഗത്ത് വളർച്ചകൾ മനുഷ്യൻ കൈവരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യൻ ധാർമ്മികതയെ തച്ചുടച്ചു കളഞ്ഞു. മനുഷ്യന്റെ വേഷവും മൃഗത്തിന്റെ ശീലവുമായി മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി തീരുന്നു. മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി തീരുന്നു. മൃഗങ്ങൾ നശിക്കും, പക്ഷേ മനുഷ്യൻ നശിക്കുന്നതല്ല. മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് നിത്യതയുള്ളവനായി സൃഷ്ടിച്ചു, തേജസ്സുള്ളവനായി സൃഷ്ടിച്ചു, അധികാരമുള്ളവനായി സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ച നാളിൽ മനുഷ്യനെ അനുഗ്രഹിച്ചു. ദൈവ തേജസ്സിലും ദൈവ സ്നേഹത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സദൃശത്തിലും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. നിത്യതയുള്ളവനായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യൻ വിവേകഹീനനായി തീരുന്നത് എങ്ങനെയാ? നോക്കൂ, ഞങ്ങളുടെ ഈ ഫ്ലെക്സ് ബോർഡിൽ, വാഹനത്തിന്റെ 2 ഭാഗങ്ങളിലും തൂങ്ങിക്കിടക്കുന്ന ഫ്ലെക്സ് ബോർഡിൽ ചില ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിൽ ഹൈക്കോടതി മുതൽ മജിസ്ട്രേറ്റ് കോടതി വരെയുള്ള കോടതികളുണ്ട്. ഓരോ കോടതികളിലും ജഡ്ജിമാർ കുറ്റവാളിയെ വിസ്തരിക്കുവാനായിട്ട് കുറ്റവാളികൾക്ക് വേണ്ടി വക്കീലന്മാർ കടന്നു വരുമ്പോൾ ജഡ്ജിമാരുടെ മുമ്പിൽ പ്രതിവാദിക്കുന്ന ഒരു വാദവിഷയം ഇങ്ങനെയാണ്: എന്റെ കക്ഷി ഈ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അദ്ദേഹം സുബോധത്തോടെ അല്ലായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് ശിക്ഷയ്ക്ക് ഇളവ് കൊടുക്കണം എന്നുള്ള ഒരു വാദം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ പ്രതി കുറ്റകൃത്യം ചെയ്യുമ്പോൾ സുബോധത്തോടെയല്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന് സുബോധം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അതിനൊരു തെളിവാണ് ഈ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് വന്ദന എന്ന പേരുള്ള ഒരു മെഡിക്കൽ ഡോക്ടർ, അദ്ദേഹം ജോലിയെടുക്കുന്ന ഹോസ്പിറ്റലിൽ ഒരു സ്കൂൾ അധ്യാപകനാൽ സർജിക്കൽ ഉപകരണങ്ങൾ കൊണ്ട് കുത്തി കൊലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്തായിരുന്നു കാരണം? ഈ വന്ദന എന്നുള്ള മെഡിക്കൽ ഡോക്ടറും അതുപോലെ ഈ സ്കൂൾ അധ്യാപകനും തമ്മിൽ മുമ്പേ കണ്ടുപരിചയമില്ല. ചില മണിക്കൂറുകൾ മാത്രം ചികിത്സിച്ച് കടന്നു വന്ന് കണ്ടുപരിചയമേ ഉള്ളൂ. പിന്നെ എന്തിനാണ് മൃഗീയമായ രീതിയിൽ സർജിക്കൽ ഉപകരണങ്ങൾ കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്? വേറെ ഒന്നുമല്ലായിരുന്നു, അദ്ദേഹം സുബോധത്തോടെയല്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ കിടന്നിരുന്ന ഡ്രഗ്സ്, ലഹരികൾ അദ്ദേഹത്തെ ക്രൂര സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി തീർന്നു. അപ്പൊ ഇന്ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഹീനകരമായ പല കൊലപാതകങ്ങളുടെയും പിന്നിൽ നാം കണ്ണോടിച്ചു നോക്കിയാൽ മനുഷ്യൻ ഇന്ന് കുഞ്ഞുങ്ങളെയും ഭാര്യയ്ക്കും വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്നു. ഭാര്യയും ഭർത്താവും കൂടെ കുഞ്ഞുങ്ങളെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്നു. എന്തെല്ലാം ക്രൂരകൃത്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്നേഹിക്കുന്ന കവിതാക്കൾ ഒരാൾ സ്നേഹം നിരസിച്ചാൽ പെട്രോൾ ഒഴിച്ചു കൊല്ലുന്നു, അതേ വെട്ടുനുറുക്കി സൂട്ട്കേസിലാക്കുന്നു. എന്തെല്ലാം ഭക്ഷണകാര്യത്തിനു വേണ്ടി ഈ ദിവസങ്ങളിൽ ഒരു ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നും സപ്ലൈ ചെയ്യുന്ന ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു സപ്ലയർ, അദ്ദേഹം അല്പനേരം വൈകി എന്നുള്ള കാരണത്താൽ അവിടെ ഒരു കൊല നടക്കുവാനിടയായി തീർന്നു. എന്തെല്ലാം വാർത്തകളാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷണം ലഭിച്ച, സമ്പൂർണ്ണ സാക്ഷരത വരച്ച, വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളം ഇന്ന് എങ്ങോട്ട് പോകുന്നു, എവിടേക്ക് എത്തിയിരിക്കുന്നു എന്ന് നാം വിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. മലയാളികളായ നമ്മെല്ലാവരും മൂക്കിൽ വെള്ളം വെച്ച് ചോദിക്കാറില്ലേ, എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? ഇങ്ങനെയൊക്കെ നടക്കാൻ കാരണം എന്താ? വേറെയൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ നല്ല കലാലയങ്ങളോ കോളേജുകളോ യൂണിവേഴ്സിറ്റികളോ ഇല്ലാത്തത് കൊണ്ടല്ല, വിദ്യാഭ്യാസ ശാലകൾക്ക് കുറവുണ്ടായതുകൊണ്ടല്ല, വിദ്യാഭ്യാസത്തിന് കുറവുണ്ടായിരുന്നത് കൊണ്ടല്ല. ആത്മീയാചാര്യന്മാർക്ക് കുറവുണ്ടോ? ഇല്ല. നല്ലൊരു ഭരണഘടന നമ്മുടെ കേരളത്തിലില്ലേ, നമ്മുടെ ഭാരതത്തിലില്ലേ? ഉണ്ട്. എല്ലാ ഭരണാധികാരികളും അവരവരുടെ കഴിവിനനുസരിച്ച് അവരവർ പരിശ്രമിക്കുന്നുണ്ട്. ആരോഗ്യ വകുപ്പാണെങ്കിലും ട്രാഫിക് വകുപ്പാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും റവന്യൂ മേഖലയാണെങ്കിലും ഏത് മേഖലകളിൽ നമ്മളെടുത്ത് നോക്കിക്കോ, പോലീസുകാർ കുറ്റവാളിയെ പിടിക്കുന്നില്ലേ? ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കുന്നില്ലേ? ജഡ്ജി ശിക്ഷ വിധിക്കുന്നില്ലേ? ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്നില്ലേ? ഉണ്ട്. പക്ഷേ കുറ്റകൃത്യത്തിന്റെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുറ്റവാളികളെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അവർ അതേ സമാന്തരമായ കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് പോകുവാനിടയായി തീരുന്നു. അപ്പോൾ ജയിലിന്റെ ഇരട്ടറയിൽ അടച്ചതുകൊണ്ടോ
പോലീസിന്റെ മൂന്നാമറകൾ കൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടതുകൊണ്ടോ നിയമത്തിന്റെ അധികാരഹസ്തങ്ങളിൽ പിടിക്കപ്പെട്ടതുകൊണ്ടോ ഒരു കുറ്റവാളിയുടെ ഉള്ളിൽ കിടക്കുന്ന കുറ്റകൃത്യത്തിൽ നിന്നും ആ പാപത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ തെളിവല്ലേ ഇന്നും കുറ്റകൃത്യങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാ മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം? എന്താണ് മനുഷ്യന്റെ പ്രശ്നത്തിന് കാരണം? മനുഷ്യന്റെ പ്രശ്നത്തിന് കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപമാണ്. മനുഷ്യന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന പാപമാണ് മനുഷ്യന്റെ പ്രശ്നത്തിന്റെ കാരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാൻ ആരെയും കൊല്ലാൻ പോകുന്നില്ല, ഞാൻ പിടിച്ചു പറിക്കാൻ പോകുന്നില്ല, ഞാൻ വ്യഭിചാരം ചെയ്യാൻ പോകുന്നില്ല, ഞാൻ മോഷ്ടിക്കാൻ പോകുന്നില്ല, ഞാൻ ആരുടെയും അതിരുമാന്താൻ പോകുന്നില്ല, പിന്നെ ഞാൻ എന്ത് പാപമാ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ പാപികളോട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ഒരു പക്ഷേ ചോദിക്കും. പക്ഷേ പ്രിയരെ, പാപം എന്ന് പറഞ്ഞാൽ രണ്ടക്ഷരം. അത് എന്താണ്? പാപം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണോ? അല്ല. പാപം എന്ന് പറഞ്ഞാൽ ഒരു വൃക്ഷമാണോ? അല്ല. പാപം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണോ? അല്ല. പാപം ഒരു മനുഷ്യനായിരുന്നെങ്കിൽ നമുക്ക് ആ പാപത്തെ നീക്കാമായിരുന്നു. പക്ഷെ പാപം ഒരു വൃക്ഷമായിരുന്നുവെങ്കിൽ ആയുധങ്ങൾ കൊണ്ട് നമ്മൾ അതിനെ വെട്ടിമാറ്റാമായിരുന്നു. പാപം ഒരു വസ്തുവായിരുന്നെങ്കിൽ വേറൊരു വസ്തുവിനെ കൊണ്ട് നമുക്കത് മാറ്റിയെടുക്കാമായിരുന്നു. പക്ഷെ പാപം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവല്ല, ഒരു വൃക്ഷമല്ല, ഒരു മനുഷ്യനല്ല. പാപം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ പാപം ഒരു ശക്തിയാണ്. ആ പാപത്തെ ജയിക്കണമെങ്കിൽ പാപമാകുന്ന ശക്തിയെ മനുഷ്യൻ ജയിക്കുവാനിടയായി തീരണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ മനുഷ്യന് പാപം എന്ന ശക്തിയിൽ നിന്നും ജയിക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? പാപം എന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ ദൈവത്തിന്റെ സദൃശത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച നാളിൽ തെറ്റസ്സുള്ളവനായി, നിർമ്മലനായി, അധികാരമുള്ളവനായിട്ട് സൃഷ്ടിച്ചു. പക്ഷെ ദൈവം മനുഷ്യന് നിയമവ്യവസ്ഥകൾ കൊടുത്തു. ഏദൻ തോട്ടത്തിൽ കൊണ്ടുപോയി തോട്ടത്തിലാക്കിയിട്ട് ദൈവം പറഞ്ഞു, തോട്ടത്തിൽ വേല ചെയ്യുക, തോട്ടത്തെ സംരക്ഷിക്കുക. തോട്ടത്തെ സംരക്ഷിക്കുവാനും തോട്ടത്തിൽ വേല ചെയ്യുവാനും ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത്, ദൗത്യങ്ങൾ കൊടുത്ത് ദൈവം മനുഷ്യനെ തോട്ടത്തിലാക്കി. ആദിമ മനുഷ്യന്റെ പേരാണ് ആദാം ഹവ്വ ദമ്പതിമാർ. എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ തോട്ടത്തിലുണ്ട്, നേരത്തിന് നിങ്ങൾക്ക് തിന്നാം. പക്ഷെ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം പറിച്ചു തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുവാനിടയായി തീരും. ദൈവം പറഞ്ഞ നിയമവ്യവസ്ഥകളെ ലംഘിച്ചതിന്റെ അനന്തരഫലമായി ആദാം ദമ്പതിമാർക്ക് അത് പാപം കടന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ ദൈവം ഓരോ സന്ധ്യാസമയത്തും ആ മനുഷ്യന്റെ അടുക്കൽ കടന്നു വരുമായിരുന്നു. അവരുടെ വിശേഷങ്ങൾ അറിയാമായിരുന്നു. ഒരു സന്ധ്യാസമയത്ത് ദൈവം കടന്നു വന്നു ആദാമിനെ വിളിക്കുവാനിടയായി തീർന്നു. ആദാമേ, ആദാമേ, നീ എവിടെ? ആദാം ഒളിച്ചിരിക്കുകയായിരുന്നു. എന്താ കാരണം? ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുവാൻ ആ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു. ഭയമുണ്ടായി, ലജ്ജയുണ്ടായി. കാരണം എന്താ? ആദാം ദൈവം പറഞ്ഞ ദൈവകൽപ്പന ലംഘിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നമുക്കറിയാം, ഇവിടെ മോഷ്ടിച്ചിട്ട് കടന്നു പോകുന്ന, മദ്യപിച്ചിട്ട് കടന്നു പോകുന്ന ഒരു മനുഷ്യനെ പോലീസുകാർ പിടിച്ചാൽ അധികാരിയായ പോലീസിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അങ്ങനെയുള്ളവരുടെ മുട്ടുകൾ കൂട്ടിയിടിക്കും. അവർക്ക് പേടിയുണ്ടാകും. കാരണം അവർ പാപം ചെയ്തു, അവർ നിയമം ലംഘിച്ചു. അതുകൊണ്ട് ആ നിയമപാലകന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്കൊരു പേടിയുണ്ടാകും. പക്ഷെ ഇവിടെ പാപം ചെയ്യാതെ അല്ലെങ്കിൽ നിയമം ലംഘിക്കാതെ നേരായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ പോലീസിന്റെ മുമ്പിലോ നിയമധികാരിയുടെ മുമ്പിലോ നിൽക്കുമ്പോൾ അദ്ദേഹം വിറയ്ക്കത്തില്ല. കാരണം എന്താ? അദ്ദേഹം പാപം ചെയ്തിട്ടില്ല, നിയമം ലംഘിച്ചിട്ടില്ല, അദ്ദേഹത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകന്നു പോയതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാരണം, മനുഷ്യൻ ദൈവത്തിന്റെ നിയമവ്യവസ്ഥകളെ ലംഘിക്കുവാനിടയായി തീർന്നു. ലംഘിക്കാൻ കാരണം ഏദൻ തോട്ടത്തിൽ പാമ്പ്, പിശാച് ആ പാമ്പിന്റെ വേഷത്തിൽ കിടന്നു വന്ന മനുഷ്യനോട് പറഞ്ഞു, ദൈവം പറഞ്ഞതൊക്കെ തെറ്റാണ്, ദൈവത്തെ പോലെ നീ ആകും, ഈ പഴം തിന്നുകൊള്ളുക, നിന്റെ കണ്ണ് തുറക്കുവാനിടയായി തീരും. ആകയാൽ ആ പിശാച് മനുഷ്യനെ ആദ്യം മുതൽ പാപം ചെയ്യിപ്പിച്ചു. അതാണ് യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു, പാപം ചെയ്യുന്നവരെല്ലാം പിശാചിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നു. പിശാച് മനുഷ്യനെ ആദ്യം മുതൽ പാപം ചെയ്യിപ്പിക്കുന്നു. പക്ഷേ ഈ പാപത്തിന്റെ പ്രവൃത്തികളെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കുവാനിടയായി തീർന്നു. ഏക മനുഷ്യനാൽ പാപവും
പാപത്താൽ മരണവും ലോകത്തിലുള്ള സകല മനുഷ്യരിലും കടന്നു വരുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ആ ഏക മനുഷ്യനാണ് ആദാം ഹവ്വ ദമ്പതിമാർ. ആ മനുഷ്യനിലൂടെ ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിച്ചതിന്റെ അനന്തരഫലമായി ഭൂമിയിലുള്ള സകല മനുഷ്യരും പാപത്തിന്റെ അടിമയായി തീർന്നത് കൊണ്ട് ഒരു പാപിയായ മനുഷ്യന് അത് പാപത്തിൽ നിന്നും സ്വയം രക്ഷ പ്രാപിക്കാൻ കഴിയത്തില്ല. പാപത്തിൽ നിന്നും മറ്റുള്ളവരെ രക്ഷിക്കാൻ കഴിയത്തില്ല. നോക്കൂ, വയനാടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ദുരന്തം നടന്നു. നമ്മളൊക്കെ അറിഞ്ഞതാണ്. നമുക്കറിയാം, ഒരു രാത്രി 10 മുമ്പ് ചില ഗ്രാമങ്ങൾ തന്നെ ഇല്ലാതെയായി. 100 കണക്കിന് വീടുകൾ ഒലിച്ചുപോയി. പക്ഷെ നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട്, മാനുഷിക ശക്തികൾ കൊണ്ട്, മനുഷ്യന്റെ കഴിവുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ധാർമ്മികതയിൽ അവർക്കൊരു വീട് വെച്ചു കൊടുക്കാം, അവർക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം, അവർക്ക് നമുക്ക് ആവശ്യമുള്ള വീട്ടുപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം, അവരെ പല രീതിയിൽ നമുക്ക് സഹായിക്കാം. പക്ഷേ ഭാര്യമാർ നഷ്ടപ്പെട്ടു പോയ ഭർത്താക്കന്മാരുണ്ട്, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയ ഭാര്യമാരുണ്ട്, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ട അമ്മമാരുണ്ട്, അപ്പന്മാരുണ്ട്, അമ്മയപ്പന്മാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് പകരം കൊടുക്കാൻ, അമ്മയപ്പന്മാരെ കൊടുക്കുവാൻ നമുക്ക് കഴിയത്തില്ല. ഭാര്യയെ നഷ്ടപ്പെട്ട ഭർത്താവിനെ ഭാര്യയെ കൊടുക്കുവാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷെ ജീവനെ നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു കൊടുക്കുവാൻ നമുക്കൊരിക്കലും കഴിയത്തില്ല. അപ്പോൾ മനുഷ്യന്റെ കഴിവിന് ഒരു പരിധികളുണ്ട്, മനുഷ്യന്റെ കഴിവിന് ഒരു പരിധികളുണ്ട്. അത് മാത്രമേ മനുഷ്യന് ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഒരു മനുഷ്യനും സ്വയം പാപത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ കഴിയുമോ? കഴിയത്തില്ല. അതുകൊണ്ട് വേദപുസ്തകത്തിലെ പണ്ഡിതനായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, പാപകരമായ ജഡത്തിൽ ഞാൻ ജീവിക്കുന്നു. നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ ഇച്ഛിക്കാതെ തിന്മയത്രേ ഞാൻ ചെയ്യുവാൻ തക്കവണ്ണമിടയായി തീരുന്നത്. അപ്പൊ സകല മനുഷ്യർക്കും നല്ല മനുഷ്യനായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പാപം എന്നൊരു പ്രമാണം ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട്, ആ പാപം എന്ന പ്രമാണം വസിക്കുന്നത് കൊണ്ട് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലർക്കും നന്മ ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന പലരോടും ചോദിച്ചാൽ മയക്കുമരുന്ന് ഉപയോഗിക്കേണ്ട, മദ്യം കഴിക്കേണ്ട എന്ന് പലർക്കും തീരുമാനമുണ്ട്. പക്ഷേ തീരുമാനത്തിൽ നിലനിൽക്കാൻ കഴിയുന്നില്ല. ഭാര്യയുടെ നിലതൊട്ട്, കുഞ്ഞുങ്ങളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് രാവിലെ ജോലിക്ക് വേണ്ടി കടന്നുപോയി ഇന്ന് ഞാൻ വരുമ്പോൾ മദ്യപിക്കത്തില്ല എന്നൊക്കെ തീരുമാനമെടുത്താലും വെള്ള ബോർഡിൽ കറുത്തയക്ഷരം കള്ള് ഷാപ്പെന്നും വിദേശ മദ്യശാലയെന്നും ബോർഡുകൾ കാണുമ്പോൾ, കൂട്ടുകാരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാതെ മദ്യം കഴിക്കുവാൻ പ്രേരണ വരുന്നു. അതിന്റെ അനന്തരഫലം എന്താ സംഭവിക്കുന്നത്? വീട്ടിൽ കലഹങ്ങൾ, കുടുംബ തകർച്ചകൾ, ആത്മഹത്യകൾ, ഒളിച്ചോട്ടങ്ങൾ എന്ന് തുടങ്ങി മാത്രമല്ല അനേക പ്രതിസന്ധികൾ സ്വന്തം കുടുംബത്തിൽ കടന്നു വരുന്നു. ദാരിദ്ര്യം കടന്നു വരുന്നു, കടഭാരം കടന്നു വരുന്നു. അവസാനം കൊലപാതകത്തിൽ അവസാനിക്കുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് പ്രിയരെ, ഒരു മനുഷ്യനും സ്വയം രക്ഷപ്രാപിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം തമ്പുരാൻ ഒരുക്കിയ രക്ഷയുടെ മാർഗം എങ്ങനെ ഈ പാപത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്രാപിക്കും? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിലെ മുനിമാർ പാടിയ, മഹർഷിമാർ പാടിയ പാട്ടിന്റെ വരികൾ എന്റെ കാതുകളിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാ. അസുതോമാ സത്മയ സത്മഗമയ, നൃത്യോമാ അമൃതം ഗമയ, തപസോമാ ജ്യോതിർഗമയ എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു, ഈ അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് ഞങ്ങളെ ആര് നയിക്കും? ഈ മരണത്തിൽ നിന്നും ജീവനിലേക്ക് ഞങ്ങളെ ആര് നയിക്കും? ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് ഞങ്ങളെ ആര് നയിക്കും? പാപത്തിലാണ് ഞങ്ങൾ, ഈ പാപത്തിൽ നിന്നും ഈ സത്യത്തിലേക്ക് ഞങ്ങളെ ആര് നയിക്കും? അതിന്റെ ഉത്തരമായി അതേ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു. ആര്? കർത്താവായ യേശു ക്രിസ്തു വന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ ജീവൻ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ലോകത്തിൽ വെളിച്ചമുള്ളവരായി തീരും. മനുഷ്യന്റെ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട രക്ഷയുടെ മാർഗം അതാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജനനവും, യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതവും, യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ യാഗവും. അങ്ങനെയാണെങ്കിൽ ചാലക്കുടിക്കാരായ നിങ്ങളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് മറ്റാർക്കും കഴിയത്തില്ലെന്ന് നിങ്ങൾ പറയുന്നത്? അതിന്റെ സത്യം ഇങ്ങനെയുള്ളൂ. മെഡിക്കൽ സയൻസ് വളർന്നു. പുരുഷന്റെയും സ്ത്രീയുടെയും 23 ക്രോമോസോമുകൾ ഒരുമിച്ച് കൂടുമ്പോൾ XY ക്രോമോസോമുകളുടെ ലയനം ഭ്രൂണമുണ്ടാക്കുന്നു, ജീവനുണ്ടാക്കുന്നു. അതല്ലാതെ ഒരു വ്യവസ്ഥയില്ല. അതിനാൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചത്, ആണും പെണ്ണുമായിട്ട് കുടുംബമാക്കിയത്. ഇന്ന് പല രാജ്യങ്ങളും സ്വർഗ വിഭാഗത്തിന് അനുമതി കൊടുക്കുമ്പോൾ ഞാൻ പറയട്ടെ, അത് പാപമാണ്, അത് രാജ്യത്തിന്റെ ശാപമാണ്. അതെ, നമ്മുടെ ഭാരതത്തിൽ അതെ ദൈവത്തിന്റെ കരുണയാൽ ആ നിയമം പാസ്സായിട്ടില്ല. ദൈവത്തിന്റെ വ്യവസ്ഥ ആണും പെണ്ണുമായിട്ട് കുടുംബജീവിതം, അതിലൂടെയാണ് തലമുറകൾ ജനിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ
വേദങ്ങൾ പഠിപ്പിക്കുമ്പോൾ യേശു ക്രിസ്തു പാപമില്ലാതെ ജനിച്ചു. എന്തിനാ? പാപികളായ മനുഷ്യരെ പാപത്തിൽ നിന്നും രക്ഷിക്കേണ്ടതിന് യേശു ക്രിസ്തു പാപമില്ലാതെ ജനിച്ചു. അതാണ് യേശുവിന്റെ ജനനം. പുരുഷ സമ്പർക്കമില്ലാതെ കന്യകയുടെ ഉദരത്തിൽ പൂജാതനാകുവാനിടയായി തീർന്നത്. അതുകൊണ്ട് യേശുവിന്റെ ജനനത്തിൽ പാപമില്ല. യേശുവിന്റെ ജീവിതം നിങ്ങളൊന്ന് പരിശോധിക്കൂ. യേശുവിന്റെ ജീവിതത്തിൽ പാപമുണ്ടോ? യഹൂദന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട്, അന്ന് യേശു വളർന്നു വന്ന നസറത്തിൽ നിന്നുകൊണ്ട് യഹൂദന്മാരോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളിൽ ആർക്കെന്റെ പാപത്തെ കുറിച്ച് ബോധ്യത വരുത്താം? അവരാർക്കും ബോധ്യത വരുത്താൻ കഴിഞ്ഞില്ല. യേശു ജനിച്ചു വളർന്ന നഗരത്തിൽ നിന്ന് ചോദിച്ചു. നമ്മളൊക്കെയാണ് ഈ ചാലക്കുടി പട്ടണത്തിൽ നിന്നുകൊണ്ട്, ഇവിടെ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ നിന്നുകൊണ്ട് ആരോടെങ്കിലും നമ്മൾ ചോദിക്കുകയാ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ പാപത്തെ കുറിച്ച് ബോധ്യത വരുത്താമോ എന്ന് ചോദിച്ചാൽ നമ്മളെ കുറിച്ച് നൂറുകണക്കിന് പാപങ്ങൾ, നമ്മുടെ കുറ്റങ്ങൾ പറയുവാൻ ഇവിടെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ യേശു ക്രിസ്തുവിന്റെ മേൽ ഒരു പാപവും ചുമത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. കാരണം യേശുവിന്റെ ജനനവും യേശുവിന്റെ ജീവിതവും ദൈവത്തിന്റെ പദ്ധതി പ്രകാരമായിരുന്നു. ഇനി യേശുവിന്റെ ജീവിതത്തിൽ പാപമില്ലാതെ ജീവിച്ചു എന്ന് മാത്രമല്ല, പാപികളായ മനുഷ്യരെ പാപത്തിൽ നിന്നും യേശു രക്ഷിച്ചു. ഒരു തളർവാദ രോഗിയെ 4 പേർ ചുമന്നുകൊണ്ട് യേശുവിരിക്കുന്ന ഭവനത്തിൽ കടന്നു വന്നു. യേശുവിരിക്കുന്ന ഭവനത്തിൽ ജനക്കൂട്ടം കാരണം കിടക്കുവാൻ കഴിയാതെ വന്നപ്പോൾ മേൽക്കൂര പൊളിച്ചുകൊണ്ട് ആ 4 പേർ കൂടി കട്ടിലിന് മേൽ ആ മനുഷ്യനെ താഴത്തേക്ക് ഇറക്കി. യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു പറഞ്ഞു, മകനെ, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നിന്റെ കിടക്കയെടുത്ത് നടന്നുകൊള്ളുക. വേഗത്തിൽ ആ മനുഷ്യൻ കിടക്കയെടുത്ത് നടക്കുവാനിടയായി തീർന്നു. വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആ സ്ത്രീയെ പിടിച്ച യഹൂദന്മാർ മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന വചനം യേശു ക്രിസ്തുവിനോട് പറഞ്ഞു. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്, വ്യഭിചാരകർമ്മത്തിൽ ഒരു സ്ത്രീയെയാകട്ടെ പുരുഷനെയാകട്ടെ പിടിച്ചാൽ അവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ് ന്യായപ്രമാണത്തിലെ വ്യവസ്ഥ. നീ എന്തു പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. പാപമില്ലാത്തവർ ആരും ഉണ്ടായിരുന്നില്ല. ചെറിയവർ മുതൽ വലിയവർ മുതൽ ചെറിയവർ വരെയുള്ള എല്ലാവരും ആ കല്ലുകളിട്ടിട്ട് അവർ മാറിപ്പോയി. യേശുവും ആ സ്ത്രീയും തനിച്ച് ശേഷിച്ചപ്പോൾ യേശു ആ സ്ത്രീയോട് ഇങ്ങനെ ചോദിച്ചു, മകളെ, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു അവളെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഞാനും നിന്നെ കല്ലെറിയുന്നില്ല. നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക. നിന്റെ പാപം ക്ഷമിച്ചു തന്നിരിക്കുന്നു. പക്ഷേ മേലാൽ പാപം ചെയ്യരുത്. അപ്പോൾ പാപിനിയായ സ്ത്രീയെ എന്തുകൊണ്ടാണ് യേശു കല്ലെറിയാതിരുന്നത്? യേശു പാപമുള്ളവരായിരുന്നോ? ഇല്ല. യേശു എറിയാതിരുന്നതിന്റെ കാരണം യേശു പാപിയായിരുന്നത് കൊണ്ടല്ല. യേശു ഭൂമിയിൽ കടന്നു വന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് തിമോത്തി ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ഭൂമിയിൽ കടന്നു വന്നു എന്നുള്ളത് എല്ലാവരും വിശ്വസിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവത്തിന്റെ വചനം. യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ അനേകർക്ക് വേണ്ടി എന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാൻ ലോകത്തിൽ വന്നിരിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വന്തം ജീവനെ അർപ്പണം ചെയ്യുവാൻ, അനേകർക്ക് വേണ്ടി സ്വന്തം ജീവനെ യാഗമാക്കുവാൻ കടന്നു വന്നവൻ. അതുകൊണ്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു, യേശുവിന്റെ രക്തം സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാനിടയായി തീരുന്നു. അതുകൊണ്ട് പ്രിയരെ, വേദപുസ്തകം പഠിപ്പിക്കുന്നു, യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം, ഈ പാപം ചെയ്യിപ്പിക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കേണ്ടതിന് പാപമില്ലാത്ത യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി പിറന്നു, മനുഷ്യനായി ജീവിച്ചു. ഒരു പാപിയായ മനുഷ്യനെ പോലെ, ഒരു ശപിക്കപ്പെട്ട മനുഷ്യനെ പോലെ ആ മരക്കുരിശ് ചുമന്നുകൊണ്ട് ഗോൽഗോഥാ മലയിലേക്ക് കയറി കല്ലുകൾ നിറഞ്ഞ മുള്ളുകൾ നിറഞ്ഞ നിലത്തിലൂടെ വീണുമെഴുന്നേറ്റും നടന്നു നീങ്ങി. യേശുവിന്റെ പുറത്ത് പടയാളികൾ ചമ്മട്ടി കൊണ്ട് മാറി മാറി അടിച്ചു. യേശുവിന്റെ പുറം മുഴുമിച്ചാൽ പോലെ കീറി. യേശുവിന്റെ തലയിൽ മുൾക്കിട വടിച്ചിറക്കി. യേശുവിന്റെ മുഖം വികൃതമായി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് യേശുവിന്റെ കണ്ണിൽ നിന്നും യേശുവിന്റെ മുഖത്തു നിന്നും ചോരത്തുള്ളികൾ ധാരധാരിയായി ഒഴുകി. യേശുവിന്റെ കൈകളിൽ കാരിരുമ്പാണികൾ അടിച്ചിറക്കി. യേശുവിന്റെ കാലുകളിൽ കാരിരുമ്പാണികൾ അടിച്ചിറക്കി. എന്തിനാ എന്റെ യേശുവിന്റെ കൈകളിൽ കാരിരുമ്പാണികൾ അടിച്ചിറക്കിയത്? യേശുവിന്റെ തലയിൽ എന്തിനാ മുൾക്കിടം അടിച്ചിറക്കിയത്? യേശു ചെയ്ത തെറ്റെന്താണ്? യേശു ചെയ്ത പാപം എന്താണ്? നമുക്കറിയാം, എല്ലാ കുറ്റവാളികളെയും ശിക്ഷിക്കുന്നതിന് മുമ്പ് ജഡ്ജിമാരുടെ മുമ്പിൽ ഹാജരാക്കി ജഡ്ജിമാർ ശിക്ഷ വിധിക്കും. അന്ന് 5 കോടതിയിൽ യേശു ക്രിസ്തുവിനെ മാറി മാറി വിസ്തരിച്ച എല്ലാ കോടതികളും ഒരുപോലെ പറഞ്ഞു, ഈ മനുഷ്യൻ നീതിമാൻ, ഇവൻ മരണകരമായ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് കോടതികൾ വിധി പറഞ്ഞിട്ടും എന്റെ യേശുവിനെ എന്തിനാ ക്രൂശിച്ചത്
നോക്കൂ, യേശുവിന്റെ മരണം ഒരു ആത്മഹത്യയാണോ? അല്ല. യേശുവിന്റെ മരണം ഒരു കൊലപാതകമാണോ? അല്ല. യേശുവിന്റെ മരണം ഒരു രക്തസാക്ഷി മരണമാണോ? അല്ല. യേശുവിനെ ആർക്കും കൊല്ലാൻ കഴിയത്തില്ല. യേശുവിന്റെ മരണം ഒരു സ്വാഭാവിക മരണമാണോ? അല്ല. പിന്നെ ഗോൽഗോത്ത മലയിൽ എന്താണ് സംഭവിച്ചത്? എന്റെയും നിങ്ങളുടെയും പാപത്തിൽ നിന്നും നാം വിമോചനം പ്രാപിക്കുവാൻ, ഒരു നല്ല സ്വഭാവത്തിന്റെ ഉടമയായി, ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാൻ, നാം രക്ഷ പ്രാപിക്കുവാൻ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കേണ്ടതിന് യേശു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി യാഗമാക്കി തീർക്കുവാനിടയായി തീർന്നു. യേശുവിന്റെ കാൽവരിയിലെ മരണം ഒരു യാഗമായിരുന്നു, ഒരു പാപ പരിഹാര ബലിയായിരുന്നു യേശുവിന്റെ കാൽവരിയിലെ യാഗം. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, അവന്റെ അടിപ്പിടലുകളാൽ നിങ്ങൾക്ക് സൗഖ്യവും വരേണ്ടതിന് നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നമുക്ക് ബോധിച്ചതുപോലെ ജീവിച്ചവരായിരുന്നു. പക്ഷേ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അത് യേശു തകർന്നു, യേശു മുറിവേറ്റു. ആ ക്രൂശിൽ നമ്മുടെ വേദനകളെ ചുമന്നൊഴിഞ്ഞു. പത്രോസിന്റെ ലേഖനം പറയുന്നു, നാം പാപസംബന്ധമായി മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്, ഒരു നീതിമാനായി ജീവിക്കേണ്ടതിന് യേശു നമ്മുടെ പാപങ്ങൾ ക്രൂശിന്മേൽ വഹിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷ പ്രാപിക്കുവാൻ, പാപത്തിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ, മരണത്തിൽ നിന്നും നിത്യജീവൻ പ്രാപിക്കുവാൻ, ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുവാൻ മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുന്നു ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നാമം അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, മനുഷ്യന്റെ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ മതം മാറിയതുകൊണ്ട്, പേര് മാറിയതുകൊണ്ട്, നാട് മാറിയതുകൊണ്ട് ഒരു മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാകത്തില്ല. മാറ്റം വരേണ്ടത് മനുഷ്യന്റെ പാപ സ്വഭാവത്തിൽ നിന്നാണ്. അതെങ്ങനെ കഴിയും? വേദപുസ്തകം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമത്രേ. വാസ്തവമായി നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ പോക്കി ശുദ്ധീകരിപ്പാൻ വിശ്വസ്തനും നീതിമാനുമായ ദൈവമത്രേ. പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതിക്കായി അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നാം രക്ഷ പ്രാപിക്കുവാനിടയായി തീരും. യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, എന്റെ വാക്കുകളെ ഞാനിവിടെ ഉപസംഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കെങ്കിലും നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും കഴിയാതെ നിങ്ങൾ ഭാരപ്പെടുന്നവരാണോ? ആത്മഹത്യ ചിന്തയിൽ നിങ്ങൾ ഭാരപ്പെടുന്നവരാണോ? അതെ, നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബ പ്രശ്നത്താൽ ഭാരപ്പെടുന്നവരാണോ? മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരികളും അടിമപ്പെട്ട് അതെ നിങ്ങൾ തകർന്നിരിക്കുന്നവരാണോ? സാമ്പത്തിക കടഭാരത്താൽ നിങ്ങൾ തകരപ്പെട്ടവരാണോ? നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടായിട്ടും നിങ്ങൾ കഴിയാതെ നിരാശപ്പെടുന്നവരാണോ? ആത്മഹത്യ ചിന്തയിലിരിക്കുന്നവരാണോ? എന്നാൽ നിങ്ങളുടെ ആത്മഹത്യ ഒരു ഒളിച്ചോട്ടമ പ്രശ്നത്തിന് പരിഹാരമല്ല. മദ്യം കഴിച്ചതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമോ സന്തോഷമോ ലഭിക്കത്തില്ല. അത് മാരക രോഗങ്ങളിലേക്കും തകർച്ചകളിലേക്കും കൊണ്ടുവരും. എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, ഒരു പെറ്റ തള്ളയ്ക്ക് തന്നെ കുഞ്ഞിനെ മറക്കാൻ കഴിഞ്ഞാലും ഞാൻ നിങ്ങളെ ഒരു നാളും മറക്കുകയില്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല, നിത്യതയോളം നിലനിൽക്കുന്ന സമാധാനമത്രേ. അതുകൊണ്ട് ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പാപത്തെ ഉപേക്ഷിച്ച് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ആ നിൽക്കുന്ന നിൽപ്പിൽ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യൻ, എന്റെ പാപം ഞാൻ അറിയുന്നു. എന്റെ പാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. എന്റെ പാപത്തിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ അങ്ങ് മനുഷ്യനായി ഈ ഭൂമിയിൽ പിറന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി അങ്ങ് കാൽവരിയിൽ യാഗമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ചേർക്കുവാൻ മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി കടന്നു വരണമേ. ആ ജീവന്റെ പുസ്തകത്തിൽ എന്റെ പേര് കൂടി എഴുതണമേ. അങ്ങയുടെ കരങ്ങളിൽ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാൻ
എന്നെ സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. മദ്യം ഞാൻ ഉപേക്ഷിക്കുന്നു, മയക്കുമരുന്ന് ഞാൻ ഉപേക്ഷിക്കുന്നു, എന്റെ പാപമെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. എന്നെ അങ്ങ് സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. അത് യേശുവിൻ നാമത്തിൽ പിതാവേ. ആകയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ എന്റെ വാക്കിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ലഹരിയിൽ നിന്നും വിമോചനം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ സൗജന്യമായിട്ട് കേരളത്തിലെ വിവിധ ജില്ലകളിൽ ക്യാമ്പുകൾ നടത്തി വരുന്നുണ്ട്. ഭക്ഷണവും താമസവും ട്രീറ്റ്മെന്റും ഒക്കെ ഫ്രീ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല സ്വഭാവത്തിൽ ജീവിക്കണമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഫ്ലെക്സ് ബോർഡിലുള്ള നമ്പറുണ്ട്. അതുപോലെ എന്റെ സഹോദരന്മാർ തരുന്ന ലഘുലേഖകളിൽ നമ്പറുകളുണ്ട്. ആ നമ്പറിൽ വിളിക്കുക. ഞങ്ങളെ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇവിടെ ഞാൻ അറിയിച്ച ഈ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങളുടെ വാഹനത്തിൽ ചില പുസ്തകങ്ങളുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഞങ്ങളുടെ വാഹനത്തെ സമീപിച്ചാൽ, ഞങ്ങളുടെ സഹോദരി സഹോദരനോട് സംസാരിച്ചാൽ ആ പുസ്തകങ്ങൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ആത്മീയ ആരാധനയിൽ സംബന്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതേ ദൈവജനം കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇവിടെ അടുത്ത് ഞങ്ങളുടെ കൂടെയുള്ള പാസ്റ്റർ ബർണബാസ് അവറുകളുണ്ട്. അദ്ദേഹം നിങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. ആകയാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. ആ യേശു വിളിക്കുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. ആ സമാധാനം എത്ര പേർക്ക് വേണം? സന്തോഷം എത്ര പേർക്ക് വേണം? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ